ഒരു 86-കാരൻ ലോക രാഷ്ട്രീയ ഗതിവിഗതികൾക്കിടയിൽ നിർണായക സ്വാധീനമായി മാറിയിരിക്കുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്ന് പതിറ്റാണ്ടിലേറെയായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ കാറ്റ് നിശ്ചയിക്കുവാൻ മാത്രം കരുത്തനായിരുന്ന വ്യക്തി, വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ഉന്നം വെച്ചിരിക്കുന്ന വ്യക്തി, അതെ, ആയത്തുള്ള അലി ഖമേനി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ തലവൻ, ഇറാന്റെ പരമോന്നത നേതാവ്, ഒരു പേരിനപ്പുറം ഒരു രാജ്യമായി വളർന്നു പന്തലിച്ചിരിക്കുന്ന വ്യക്തിയെന്ന് ആയത്തുള്ള അലി ഖമേനിയെ വിശേഷിപ്പിക്കാനാവും. കാരണം രാജ്യത്തെ ഏറ്റവും ഉയർന്ന മതരാഷ്ട്രീയ അധികാര സ്ഥാനമാണ് പരമോന്നത നേതാവിനുള്ളത്. പ്രസിഡന്റിനും മുകളിലാണ് ഇറാനിൽ പരമോന്നത നേതാവ്. രാജ്യത്തിന്റെ പൊതു നിയമങ്ങൾ തീരുമാനിക്കുന്നതും സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫും രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ജുഡീഷ്യൽ സംവിധാനങ്ങളുടെയും ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങളുടെയും എല്ലാം നിയന്ത്രണവും പരമോന്നത നേതാവിനായതുകൊണ്ടാണ് പ്രസിഡന്റിനെയും അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള അധികാരത്തിന്റെ ചിഹ്നമായി പരമോന്നത നേതാവ് മാറിയിരിക്കുന്നത്. പരമോന്നത നേതാവ് വിചാരിച്ചാൽ കാക്കയും മലർന്നു പറക്കുന്ന രാജ്യമാണ് ഇറാൻ എന്ന് നിസ്സംശയം പറയാം. ഇന്ന് ഇറാൻ സംഘർഷഭരിതമായിരിക്കുന്നതും നീതിക്ക് വേണ്ടിയും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരും ചെറുപ്പക്കാരുമായ ജനങ്ങൾ തെരുവിലിറങ്ങുവാൻ കാരണമായിരിക്കുന്നതും ഈ പരമോന്നത നേതാവ് കാരണമാണ്. ആരാണ് ആയത്തുള്ള അലി ഖമേനി? അദ്ദേഹം ഇറാന്റെ രാഷ്ട്രീയ കളരിയെ ഇടത് വലത് വെച്ച് അശാന്തിയിലേക്കും അക്രമത്തിലേക്കും അസ്വസ്ഥയിലേക്കും തള്ളിയിട്ടത് എങ്ങനെയാണ്? ഇന്നത്തെ ന്യൂസ് സ്റ്റോറി ആയത്തുള്ള അലി ഖമേനിയുടെ രാഷ്ട്രീയ നിലപാടുകളും സ്വേച്ഛാധിപത്യ പ്രവണതകളും ഇറാന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഭാവിക്ക് എത്രത്തോളം അപകടകരമാണ് എന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഷിയ മുസ്ലിം വിഭാഗത്തിന്റെ വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമായ മഷാദിൽ 1939 ജനിച്ച ഖമേനി അക്കാലത്തെ ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ പോരാടിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഖമേനി ഇറാൻ ജനതയ്ക്കിടയിൽ അഭിമതനായതും ഭാവി പ്രതീക്ഷയായതും വളരെ പെട്ടെന്നായിരുന്നു. ആയത്തുള്ള റുഹല്ല ഖമേനിയുടെ എല്ലാ ആശീർവാദങ്ങളും അതിന് പിന്നിലുണ്ടായിരുന്നു എന്നതും ചരിത്രം. 1979 ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിൽ ആയത്തുള്ള റുഹല്ല ഖമേനിയുടെ വിശ്വസ്ത അനുയായികളിൽ ഒരാളായിരുന്നു ആയത്തുള്ള അലി ഖമേനി. വിപ്ലവാനന്തരമുള്ള ഇറാന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നൊടിയുടെ അലി ഖമേനി ഇടം പിടിച്ചു. ഇറാന്റെ മൂന്നാമത്തെ പ്രസിഡന്റായി 1981 മുതൽ 1989 വരെ പദവി അലങ്കരിച്ച അദ്ദേഹം ആയത്തുള്ള ഖമേനിയുടെ മരണശേഷം ഇറാന്റെ പരമാധികാരിയായി ഉയർത്തപ്പെടുകയും ചെയ്തു. അതോടെ അക്ഷരാർത്ഥത്തിൽ ഇറാന്റെ പരമാധികാര സ്ഥാനം അദ്ദേഹത്തിൽ വന്നു ചേരുകയായിരുന്നു. 1989 മുതൽ ഇന്നുവരെ തുടരുന്ന ആ പരമോന്നത സ്ഥാനം ഇറാനിലെ ജനങ്ങളുടെ ജീവിതത്തെ അടിമുടി പ്രതികൂലമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. രാജ്യത്തിന്റെ രാഷ്ട്രീയ സൈനിക മതപരമായ കാര്യങ്ങളിൽ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം സാധാരണ ജനങ്ങളെയും അവരുടെ വികാരങ്ങളെയും അവകാശങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഭരണ സമ്പ്രദായങ്ങളെയും പ്രത്യേക സൈന്യ വ്യൂഹങ്ങളെയും സാമ്പത്തിക മേഖലകളെയും ഖമേനി രൂപപ്പെടുത്തിയിട്ടുമുണ്ട്. വിവിധ മാർഗങ്ങളിലൂടെയും രീതികളിലൂടെയുമായിരുന്നു അലി ഖമേനി ഇറാനിലെ ഭരണകൂടത്തിന്റെ നെടും തൂണായി മാറിയത്. ഭരണത്തെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തുന്നതിനായി അദ്ദേഹം തെരഞ്ഞെടുത്ത പല മാർഗങ്ങളിൽ ഒന്നായിരുന്നു IRGCയുടെ മേലുള്ള രൂപീകരണവും നിയന്ത്രണവും. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ഇറാനിലെ ഏറ്റവും ശക്തമായ സൈനിക രാഷ്ട്രീയ സ്ഥാപനമാണ് IRGC. ഇതിന്റെ തലവന്മാരെയും പ്രധാന കമാൻഡർമാരെയും നിയമിക്കുന്നത് ഇറാന്റെ പരമാധികാരിയായ അലി ഖമേനിയാണ്. പ്രസിഡന്റിനോ പാർലമെന്റിനോ പോലും ഇക്കാര്യത്തിൽ നേരിട്ടുള്ള അധികാരമില്ല. ഇറാന്റെ പരമാധികാരിക്കാണ് ഇതിലെ അംഗങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇറാന്റെ ഭരണഘടനയിൽ പോലും പ്രത്യേക സ്ഥാനം നൽകിയിട്ടുള്ള ഒരു സൈനിക രാഷ്ട്രീയ സ്ഥാപനമാണ് IRGC. ഇസ്ലാമിക വിപ്ലവത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇവയുടെ ഔദ്യോഗിക ദൗത്യം. എന്നാൽ ഒരു രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യം എന്ന നിലയിലാണ് IRGC പ്രവർത്തിക്കുന്നു എന്നതാണ് IRGCയെ ആശങ്കയോടെ നോക്കിക്കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. IRGC എങ്ങനെയാണ് ലോകത്തിന് ഭീഷണിയായി മാറിയിരിക്കുന്നത് അത് പരിശോധിക്കാം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഈ പ്രസ്ഥാനത്തെ ഭീകര സംഘടനയായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിലെ ഖുദ്സ് സേന ലെബനോനിലെ ഹിസ്ബുള്ള, ഇറാഖ്, സിറിയ, യമൻ മിലിഷ്യകൾക്കും ഹമാസ് പോലെയുള്ള ഗ്രൂപ്പുകൾക്കും ആയുധവും പണവും നൽകുന്നുവെന്നാണ് അമേരിക്ക സ്ഥാപിച്ചെടുത്തിരിക്കുന്നത്. മാത്രവുമല്ല ഇസ്രായേലിനോട് കടുത്ത ശത്രുതാ മനോഭാവമാണ് IRGC വച്ച് പുലർത്തുന്നതും. ഇസ്രായേലിനെതിരായുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും കണക്കറ്റ് സഹായിക്കുവാനും ഇക്കൂട്ടർ തയ്യാറാണ്. ഇസ്രായേൽ അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷി ആയതിനാൽ IRGCയുടെ ഇസ്രായേൽ വിരുദ്ധ നിലപാടിനെ അമേരിക്കയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാനുമാവില്ല.
ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ നിയന്ത്രിക്കുന്നതും ഡ്രോൺ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതും IRGC ആണ്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ഇത് ചേർന്നാൽ ലോക സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് 2019 അമേരിക്ക IRGCയെ ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സൈനിക വിഭാഗത്തെ അമേരിക്ക പോലുള്ള ഒരു രാജ്യം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് തള്ളിക്കളയാവുന്ന കാര്യമല്ല. IRGCയെ വിപ്ലവത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിലാണ് ഖമേനി കാണുന്നത്. സ്വേച്ഛാധിപത്യത്തിനെതിരെ ഉയരുന്ന തീരെ ചെറിയ പ്രതികരണങ്ങളെ പോലും അടിച്ചൊതുക്കുവാൻ ഇറാന്റെ പരമാധികാരിക്ക് IRGC കൂടിയേ തീരൂ. IRGCയുടെ പരാജയം തന്റെ പരാജയമാണെന്ന് ഖമേനിക്കറിയാം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അദ്ദേഹം ഇതിനെ സംരക്ഷിക്കുന്നു. ഒരു ഭീകര സംഘടനയ്ക്ക് ഒരു ഭരണാധികാരി തന്നെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് തെല്ലും ആശ്വാസ്യമല്ല. ഖമേനി എതിർക്കപ്പെടേണ്ട ഭരണാധികാരിയാകുന്നതിന്റെ ഒരു കാരണം ഇതാണ്. IRGC ആഭ്യന്തര കലാപങ്ങളെ എത്രത്തോളം ശക്തമായി അടിച്ചൊതുക്കുന്നുവെന്ന് ജനങ്ങളെ ശത്രുക്കളായി കാണുന്നുവെന്നും ലോകത്തിന് മുൻപിൽ വെളിപ്പെട്ട സംഭവമായിരുന്നു മഹസ അമിനിക്കെതിരെ നടന്ന അക്രമം. സാധാരണക്കാരിയായ ഈ പെൺകുട്ടിയാണ് ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് തുടക്കക്കാരിയായത്. 2022 സെപ്റ്റംബറിൽ ടെഹ്റാനിൽ ബന്ധുക്കളെ സന്ദർശിക്കാനെത്തിയ മഹസയെ ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന കുറ്റം ചുമത്തി ഇറാനിലെ മൊറാലിറ്റി പോലീസായ ഗാഷഷാദ് അറസ്റ്റ് ചെയ്യുകയും മർദ്ദിക്കുകയുമായിരുന്നു. 3 ദിവസത്തിനകം ആ പെൺകുട്ടി മരണമടഞ്ഞു. ഹൃദയാഘാതമെന്നാണ് സർക്കാർ ആ മരണത്തിന് കാരണം പറഞ്ഞതെങ്കിലും പോലീസ് മർദ്ദനം ആരോപിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങി. ഇതേ തുടർന്ന് വൻ ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. സ്ത്രീകൾ തെരുവിലിറങ്ങുകയും മുട്ടിമുറിക്കുകയും ഹിജാബ് കത്തിക്കുകയും ചെയ്തപ്പോൾ അത്തരം വിമത സ്വരങ്ങളെ അടിച്ചമർത്തുവാൻ ഖമേനി തെരുവിലേക്ക് ഇറക്കിയത് IRGC ആയിരുന്നു. IRGCയും ബസീജ് മിലീഷ്യയും ചേർന്നാണ് അന്ന് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയത്. ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റിലാവുകയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ ശത്രുക്കളായി കണക്കാക്കുന്ന വികലമായ മനോഭാവത്തിന്റെ ഉടമയാണ് ഖമേനി എന്നാണ് പ്രസ്തുത സംഭവങ്ങൾ തെളിയിക്കുന്നത്. സ്വന്തം ജനങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ ബാധ്യതയുള്ള ആൾ അവരുടെ അന്ധകനാകുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കുവാൻ കഴിയുന്നത്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അവരെ അടിമകളെ പോലെ കണക്കാക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയിൽ സ്വന്തമായി നിലപാടും കാഴ്ചപ്പാടുകളുമുള്ള യുവതികൾക്ക് ഇറാനിൽ സ്വതന്ത്രമായി ശ്വസിച്ച് ജീവിക്കാനാവില്ല. കടുത്ത മത നിയമങ്ങളുടെ ബലിയാടുകളായി ജീവിക്കുന്ന സ്ത്രീകൾക്കാവട്ടെ അതിനുള്ളിൽ നിന്ന് പുറത്തു കടക്കുവാനും ഇസ്ലാമിക നിയമങ്ങൾ അനുവദിക്കുന്നില്ല. ഇറാനിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും ലഭിച്ചിട്ട് അധികം നാളുകളായിട്ടില്ല എന്നുകൂടി അറിയുമ്പോഴേ സ്ത്രീകളോടുള്ള ഭരണകൂടത്തിന്റെ സമീപനത്തിന്റെ വ്യക്തമായ ചിത്രം തെളിഞ്ഞു കിട്ടുകയുള്ളൂ. സമാനതകളില്ലാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഇറാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അധികാരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നവരുടെ ആഡംബര ജീവിതത്തിനും സമ്പാദ്യത്തിനും സുഖലോലുപതയ്ക്കും തെല്ലും ഇടിവ് വന്നിട്ടില്ല. എങ്ങനെയാണ് ഖമേനിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഇത്രയധികം ആഡംബര ജീവിതം നയിക്കുവാൻ കഴിയുന്നത്? ഇതിനെവിടെ നിന്നാണ് പണം? സത്താദ് എന്നാണ് ഇതിനുള്ള ഏക ഉത്തരം. സത്താദ് എജ്റായ് ഫർമൈൻ ഖസ്രാത്ത് ഇമാം എന്ന പേർഷ്യൻ വാക്കിന്റെ ചുരുക്കപ്പേരാണ് സത്താദ്. ഇറാനിലെ ഏറ്റവും ശക്തനായ രഹസ്യ സാമ്പത്തിക സ്ഥാപനമാണ് സത്താദ്. പ്രസിഡന്റിനോ പാർലമെന്റിനോ പോലും അധികാരമോ നിയന്ത്രണമോ ഇല്ലാത്ത ഈ സ്ഥാപനത്തിന്റെയും തലവൻ ഖമേനിയാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആയത്തുള്ള റുഹുല്ല ഖമേനിയാണ് ഇത് സ്ഥാപിച്ചെങ്കിലും ഇന്ന് ആ സ്ഥാപനത്തിന്റെ നിയന്ത്രണം മുഴുവൻ അലി ഖമേനിക്കാണ്. വിപ്ലവത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടതോ പിടിക്കപ്പെട്ടതോ ആയ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുവാനും സർക്കാർ നിയന്ത്രണത്തിലേക്ക് അവ കൊണ്ടുവരുവാനും വേണ്ടിയായിരുന്നു സത്തത് രൂപീകരിച്ചതെങ്കിലും ഇന്ന് അതൊരു വൻ ബിസിനസ് സാമ്രാജ്യം പോലെ വളരുകയും സ്വകാര്യ ഫണ്ടായി വിനിയോഗിക്കുകയും ചെയ്യുന്നു. പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഇതിന്റെ ആസ്തി $1 ബില്യൺ വളർന്നിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ്, എണ്ണ, വാതകം, ഫാർമസ്യൂട്ടിക്കൽ, ടെലികോം, ബാങ്കിംഗ്, കൃഷി, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിലാണ് സത്തത് പണം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന കണക്കറ്റ സമ്പത്താണ് ഖമേനിയുടെ കുടുംബങ്ങൾ ആർഭാട ജീവിതത്തിനും ധൂർത്തിനുമായി ഉപയോഗിക്കുന്നത്. രാജ്യത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വർദ്ധിക്കുകയും വേതന വർധനവ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും ഖമേനിയുടെ കുടുംബം വിദേശങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുന്നത് അവരുടെ സ്വേച്ഛാധിപത്യപരമായ മനോഭാവമാണ് മറന്നീക്കി പുറത്തു കൊണ്ടുവരുന്നത്. ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയുമില്ലാത്ത അധികാരിയാണ് ഖമേനി എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകും. ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവരുടെ വ്യക്തിപരമായ സമ്പാദ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടാണിരിക്കുന്നതും. ഖമേനിയുടെ കുടുംബങ്ങൾ പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ പോലും വൻതോതിൽ പണം വിദേശത്തേക്ക് കടക്കുന്നുണ്ട്. സാങ്ഷൻ ഇവേഷൻ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഒരു രാജ്യത്ത് നിലവിൽ അന്താരാഷ്ട്രപരമായി തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളപ്പോൾ ആ രാജ്യത്തെ ബാങ്കിംഗ്, കറന്റ് അക്കൗണ്ടുകൾ, പണം എന്നിവ ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നതും വിദേശ രാജ്യങ്ങൾക്ക് പണം ഉപയോഗപ്പെടുത്തുന്നതുമായ രീതിയാണ് ഇത്. ദുബായ്, തുർക്കി, മലേഷ്യ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ കമ്പനികൾ തുടങ്ങി പണം വെളുപ്പിക്കുന്നതിലും ഖമേനിയ കുടുംബാംഗങ്ങളും സാമർത്ഥ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്.
ഇക്കൂട്ടത്തിൽ മാധ്യമങ്ങൾ പ്രത്യേകമായി പരാമർശിക്കുന്നതാണ് ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയുടെ പേര്. നിലവിലുള്ള എല്ലാ ഉപരോധങ്ങളെയും മറികടന്നുകൊണ്ടാണ് മുജ്തബ ലണ്ടൻ, ദുബായ്, ഫ്രാങ്ക്ഫർട്ട് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയ സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത്. പ്രസ്തുത നഗരങ്ങളിൽ ശതകോടികളുടെ ആസ്തികളും ആഡംബര വസ്തുക്കളും മുജ്തബ രഹസ്യമായി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇറാനിലെ എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനമാണ് തന്റെ സ്വകാര്യ സമ്പത്തായി അയാൾ മാറ്റിയിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ പിന്നിലെ വിരോധാഭാസം. പാശ്ചാത്യ സാമ്പത്തിക സംവിധാനങ്ങളെ തങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുവാൻ ഇറാന്റെ ഉന്നത നേതൃത്വം വിജയകരമായി പ്രവർത്തിക്കുന്നു എന്നതിനെയൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഉപരോധങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇടനിലക്കാരിലൂടെയും വ്യാജ കമ്പനികളുടെയും പേരിലാണ് അതീവ രഹസ്യമായി ഇറാനിൽ നിന്ന് പണം വിദേശങ്ങളിലെത്തിയിരിക്കുന്നത്. ഇതിനായി UK, സ്വിറ്റ്സർലൻഡ്, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഒരിടത്ത് മുജ്തബ തന്റെ പേർ ഉപയോഗിക്കുന്നില്ല എന്നതും ശ്രദ്ധേയം. ബിനാമി ഇടപാടുകളിലൂടെയാണ് എല്ലാം നടത്തുന്നത്. ഇറാൻ ഭരണകൂടം എത്രത്തോളം അതീവ സങ്കീർണവും രഹസ്യവുമായ മാർഗത്തിലൂടെയാണ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണവർഗം സുഭിക്ഷതയിലും സുരക്ഷിതത്വത്തിലും ജീവിക്കുമ്പോൾ ജനം നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ അരക്ഷിതരായി കഴിയുന്ന കാഴ്ചക്കിടയിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മയും പണത്തിന് മൂല്യമില്ലാത്ത അവസ്ഥയും ഇറാനിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായുള്ള ചില നയങ്ങൾ മൂലമാണ് ജനങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം അസാധ്യമായി മാറിയിരിക്കുന്നത്. ജനക്ഷേമത്തിന് വേണ്ടി നീക്കിവെക്കുവാൻ ഗവൺമെന്റിന് പണമില്ല, മനസ്സുമില്ല. ഇതിനെതിരെയാണ് ജനങ്ങൾ ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്നത്. 2024 തൊഴിലില്ലായ്മ നിരക്ക് 9%-ലധികമായിരുന്നു. യുവജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് 18-നും 24-നും ഇടയിൽ പ്രായമായവർക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് 20%-ന് മേൽ ആണ്. ഇതാവട്ടെ സ്ത്രീകളിൽ കൂടുതലുമാണ്. ഇറാനിൽ സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ പങ്കാളിത്തം വളരെ കുറവാണ്. സ്ത്രീകളെ ഖമേനി ഭരണകൂടം 2ാം നിരക്കാരായാണ് കണക്കാക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രൂപീകരണത്തിന് ശേഷം ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത വ്യക്തികളുടെ അവകാശങ്ങളും മതപരമായ സ്വാതന്ത്ര്യങ്ങളും പൂർണ്ണമായി നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇറാനിലുള്ളത്. അധികാരത്തിനെതിരെ വിരൽ ചൂണ്ടുന്നവരെല്ലാവരും രാജ്യശത്രുക്കളാക്കി കണക്കാക്കപ്പെടുന്നു. രാജ്യശത്രുക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണ പോലും ഇല്ലാതെ ജയിലുകളിൽ അടയ്ക്കപ്പെടുകയും ക്രൂരമായി ശിക്ഷിക്കപ്പെടുകയും അവരിൽ ചിലരെങ്കിലും വധിക്കപ്പെടുകയും ചെയ്യുന്നത് ഇറാനിൽ സാധാരണമായ സംഭവമായി മാറിക്കഴിഞ്ഞു. 1988-ൽ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെയാണ് കൂട്ടക്കൊല ചെയ്തത്. 5000 മുതൽ 30,000 വരെ ആളുകൾ ഇപ്രകാരം കൊല ചെയ്യപ്പെട്ടതായി മറ്റു ചില ഉറവിടങ്ങൾ പറയുന്നു. മതസ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ബഹായി മതവിശ്വാസികളാണെന്ന് പറയേണ്ടി വരും. അവരുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ തുടച്ചു നീക്കപ്പെടുകയാണ് ചെയ്തത്. വലിയൊരു ദളിത് വിരുദ്ധ പീഡനമായിട്ടാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ബഹായി മതവിശ്വാസികളോട് ഇറാൻ ചെയ്തതിനെ വിലയിരുത്തിയത്. ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ അവസ്ഥയും ദയനീയം തന്നെ. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ ക്രിസ്തുമത വിശ്വാസം വേരോടിയിരുന്ന ഈ മണ്ണിൽ ഇന്ന് ക്രിസ്തുമത വിശ്വാസം നാമമാത്രം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുവാനും രാജ്യത്തെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കുവാനും ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നത് പോലെ സമാനമായ നിയന്ത്രണങ്ങൾ അലി ഖമേനിയുടെ ഭരണകാലത്ത് മുൻപും നടന്നിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരെ നിശബ്ദരാക്കിയും അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാശ്ചാത്യ സ്വാധീനങ്ങളെ എക്കാലവും ഭയപ്പെട്ടിരുന്ന ഇറാൻ അതിനെതിരായുള്ള നീക്കമെന്ന നിലയിൽ രാജ്യത്തെ സർവകലാശാലകൾ പോലും അടച്ചു പൂട്ടുകയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒന്നുപോലെ ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങളും നിരവധിയാണ്. ഇറാനിൽ രാഷ്ട്രീയ മാറ്റം ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തുന്നവരെ ഖമേനി വിശേഷിപ്പിക്കുന്നത് തെമ്മാടികളെന്നാണ്. മാത്രവുമല്ല ട്രംപിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നും. എന്നാൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ അധികാര മാറ്റത്തിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നതെന്ന കാര്യം അദ്ദേഹം സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു. ഇറാനിൽ പണപ്പെരുപ്പം 40% മുകളിലേക്ക് കത്തിക്കയറുകയും ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ അനൗദ്യോഗിക വിപണിയിൽ 14 ലക്ഷത്തിന് മുകളിലെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് രാജ്യത്ത് ജൻസി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയും യൂറോപ്പും ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധം മൂലം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇറാന്റെ മുഖ്യ സാമ്പത്തിക സ്രോതസ്സായ എണ്ണ വിദേശ വിപണികളിൽ വിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. കയറ്റുമതിയും ഇറക്കുമതിയും അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഇറാനിലെ പണപ്പെരുപ്പം 40%-ന് മുകളിലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. റിയാലിന് പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥയാണ് പൊതുവെയുള്ളത്. ഇങ്ങനെ രാജ്യത്ത് തൊഴിലില്ലായ്മയും സാമ്പത്തിക ഞെരുക്കവും രൂക്ഷമായ സാഹചര്യത്തിലാണ് ജനങ്ങൾ സഹിക്കെട്ട് പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. രാജ്യത്തിന്റെ സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തിയാണ് ജൻസി പ്രക്ഷോഭകർ തെരുവുകൾ കീഴടക്കിയിരിക്കുന്നത്. പരമോന്നത നേതാവിന്റെ ചിത്രം അപമാനിക്കുന്നതോ സ്ത്രീകൾ പുകവലിക്കുന്നതോ ഇറാനിൽ കടുത്ത ശിക്ഷ നേരിടുന്ന കുറ്റകൃത്യമാണ്. ഈ നിയമം രാജ്യത്തെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നിട്ടും
ഈ നിയമത്തെ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് സ്ത്രീകൾ പരസ്യമായി സിഗരറ്റ് വലിച്ചുകൊണ്ട് അതിന്റെ തീയിൽ ഖമേനിയുടെ ചിത്രം കത്തിക്കുന്നതായ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളെ ഇനി അടിച്ചൊതുക്കിയും നിയമങ്ങളുടെ മുൾമുനയിൽ നിർത്തിയും ഖമേനി ഭരിക്കേണ്ടതില്ല എന്ന് ജനങ്ങൾ ഇതിലൂടെ വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ്. വധശിക്ഷയ്ക്കെതിരെ ഇന്ന് വ്യാപകമായ പ്രതിഷേധങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ മത്സരിക്കുന്ന രാജ്യമായി ഇറാൻ മാറിയിരിക്കുന്നു. തന്റെ അധികാരത്തെയോ ഭരണകൂടത്തിനെതിരെയോ ഉള്ള വിമർശനങ്ങളോട് തെല്ലും സഹിഷ്ണുതയില്ലാതെയാണ് ഖമേനി വധശിക്ഷ നടപ്പിലാക്കുന്നത്. നിയമപരമായി അംഗീകരിച്ച ശിക്ഷയായിട്ടാണ് ഇറാനിൽ വധശിക്ഷ കാണുന്നത്. 2015 ഏറ്റവും കൂടുതൽ വധശിക്ഷകൾ ഇറാനിൽ നടപ്പിലാക്കിയത്. UN കണക്കുകൾ പ്രകാരം 2024 1000-ഓളം പേരും 2025 1000-ലധികം പേരും വധശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ട്. ഒരു രാജ്യത്തിൽ ഏത് കുറ്റത്തിന്റെ പേരിലാണെങ്കിൽ പോലും 1000-ഓളം പേർക്ക് വധശിക്ഷ വിധിക്കുക എന്നത് അത്യന്തം അസ്വസ്ഥതയും ഞെട്ടലും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇറാൻ ലോകത്തിന് ഭീഷണിയായി മാറിയിരിക്കുന്ന മറ്റൊരു സാഹചര്യം കൂടി ഇവിടെ അപഗ്രഥിക്കേണ്ടതുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയാണത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ളതാണ് ഇറാന്റെ ആണവ പദ്ധതി. 1950-കളിൽ അമേരിക്കയുടെ പിന്തുണയോടെ ആണവ പദ്ധതിക്ക് ഇറാൻ തുടക്കം കുറിച്ചതെങ്കിലും 1979-ലെ ഇറാനിയൻ വിപ്ലവകാലത്ത് അത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എങ്കിലും ഇറാഖ് യുദ്ധസമയത്ത് ഇറാൻ വീണ്ടും ആണവ പദ്ധതി രഹസ്യമായി പുനരാരംഭിച്ചിരുന്നു. 2003-ൽ ആണവ യുദ്ധ പദ്ധതി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതായി ഇറാൻ അറിയിച്ചിരുന്നുവെങ്കിലും ലോകം അത്തരം അവകാശവാദങ്ങളെ മുഖവരിക്കെടുത്തിട്ടില്ല. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഇറാന്റെ വാദവും ഇസ്രായേലും അമേരിക്കയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇറാൻ ആണവായുധത്തിലേക്കുള്ള യാത്രയിലാണെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന രഹസ്യ വിവരം. പതിറ്റാണ്ടുകളായി അവർ ഈ ലക്ഷ്യം നേടുവാൻ ശ്രമിക്കുന്നവരാണ്. അത് സാധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഇറാന് നേരിടുക എന്നത് ദുഷ്കരമായി മാറും. നയതന്ത്രപരമായ ശ്രമങ്ങൾക്കൊന്നും അവരെ ആണവ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സംഘർഷങ്ങൾക്ക് അയവ് ഇനിയും വരാത്ത ചുറ്റുപാടിൽ ഇറാന്റെ ആണവ ശക്തിക്ക് ഇരകളാകപ്പെടുവാൻ ഏറ്റവും സാധ്യതയുള്ള രാജ്യം ഇസ്രായേൽ ആയിരിക്കും. ലോക സമാധാനം തകർത്തുകൊണ്ടുള്ള ഒരു ആക്രമണമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ലോകം മുഴുവൻ വളരെ ആശങ്കയോടെയാണ് ഇറാന്റെ ആണവ പദ്ധതികളെ നോക്കിക്കാണുന്നത്. ഇറാന്റെ ഭരണാധികാരത്തെ അന്ധമായി വിമർശിക്കുന്നതിന്റെ പേരിൽ ഖമേനിയുടെ കണ്ണിലെ കരടായി മാറിയവർ ജീവരക്ഷാർത്ഥം US, യൂറോപ്പ് പോലെയുള്ള വിദേശ മേഖലകളിലേക്ക് പലായനം ചെയ്യാറുണ്ട്. എന്നാൽ അത്തരക്കാരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയും ഇറാന്റെ പ്രത്യേകതയാണ്. മാധ്യമ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരെയെല്ലാം സർക്കാർ നേരിട്ടോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസികളെ ഉപയോഗിച്ചോ പിടികൂടുകയും ഇറാനിലേക്ക് കൊണ്ടുപോയി വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതായ നിരവധി സംഭവങ്ങളും ഇക്കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ മിനിസ്ട്രി ഓഫ് ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി പോലെയുള്ള ഏജൻസികളാണ് ഇക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അവർ വിമതരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അറസ്റ്റ് ചെയ്യാനും ശിക്ഷയ്ക്ക് വിധിക്കാനുമുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നതായി അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ജംഷിദ് ഷർമഹദീനെ പോലെയുള്ളവർക്ക് സംഭവിച്ച ദുരന്തങ്ങൾ ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. ഇറാനിലെ ടെഹ്റാനിൽ ജനിച്ച ജംഷിദ് ഒരു ജർമ്മൻ പൗരനായിരുന്നു. പിന്നീട് അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി അവിടെ സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപിക്കുകയും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഇറാന്റെ പ്രതിപക്ഷ ഗ്രൂപ്പുകളുമായി ജംഷിദിന് അടുത്ത ബന്ധമുണ്ടെന്നായിരുന്നു ഖമേനി ഭരണകൂടത്തിന്റെ കണ്ടെത്തൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പ്രസ്ഥാനവുമായ കണ്ടറുമായിട്ട്. പ്രതിപക്ഷത്തിന്റെ പ്രസ്ഥാനമായതിനാൽ അതിനെ തീവ്രവാദ സംഘടനയായിട്ടാണ് ഖമേനി ഗ്രൂപ്പ് കണക്കാക്കുന്നത്. ഗ്രൂപ്പിലെ അംഗങ്ങൾ ഈ ആരോപണം നിഷേധിക്കുന്നുമുണ്ട്. അതെന്തായാലും ഇറാന്റെ നോട്ടപ്പുള്ളിയായി ജംഷിദ് മാറി. പല ശ്രമങ്ങൾക്കൊടുവിൽ ഇന്ത്യയിലേക്കുള്ള കണക്ടിംഗ് ഫ്ലൈറ്റിനായി കാത്തിരിക്കുന്നതിനിടയിൽ ജംഷിദിനെ ഇറാന്റെ രഹസ്യസേന ദുബായിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും 2023 ഫെബ്രുവരിയിൽ ഇറാനിലെ വിപ്ലവ കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 2024 ഒക്ടോബർ 28-ന് 69-കാരനായ ഷർമദിനെ യൂറോപ്യൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെയും ഉന്നത വ്യക്തികളുടെയും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഇറാൻ തൂക്കിലേറ്റി. ഇങ്ങനെ എത്രയെത്ര നിരപരാധികളാണ് ഖമേനിയുടെ ഭരണകാലം നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ അതിരുകൾ മറികടന്നും ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിൽ ഇറാൻ മടിക്കാറുമില്ല. അർജന്റീനയിലെ യഹൂദ സമുദായത്തിന്റെ സംഘടനയായ അസോസിയേഷൻ മ്യൂച്വൽ ഇസ്രായേലിയ അർജന്റീന എന്ന ഏമിയയുടെ ആസ്ഥാനത്ത് 1994 ജൂലൈ 18-ാം തീയതി നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ ഇറാൻ ആയിരുന്നുവെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. അർജന്റീനയുടെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു അന്ന് നടന്നത്. കൊല്ലപ്പെട്ടത് 85 പേർ, പരിക്കേറ്റത് 300-ലധികം പേർക്ക്. മനുഷ്യത്വത്തിനെതിരായുള്ള മനഃപൂർവ്വമായ കുറ്റമെന്നാണ് ഈ ബോംബാക്രമണത്തെ 2024 അർജന്റീനയിലെ സുപ്രീം കോടതി വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ എംബസിയിൽ 1992 നടന്ന ബോംബാക്രമണത്തിലും പ്രതിസ്ഥാനത്ത് പേര് ചേർക്കപ്പെട്ടത് ഇറാനായിരുന്നു.
സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ ജീവനും തങ്ങൾക്ക് എതിരാളികളെന്ന് കരുതപ്പെടുന്ന എല്ലാവരുടെയും ജീവനുകളും എത്ര നിസ്സാരമായിട്ടാണ് ഖമേനിയുടെ ഭരണകൂടം തട്ടിത്തെറിപ്പിക്കുന്നത്. ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കരുത് എന്നതിന് ആധുനിക സമൂഹം നൽകുന്ന ഉത്തരങ്ങളിൽ ഒന്ന് തീർച്ചയായും ആയത്തുള്ള അലി ഖമേനിയുടെ പേര് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ഏകാധിപത്യത്തിനെതിരെ പോരാടി ജനങ്ങളെ പുതിയ ലോകത്തിലേക്ക് നയിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അധികാരത്തിലെത്തിയ വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഏകാധിപതിയെ പോലെ പെരുമാറുന്നത് എന്നതാണ് ആയത്തുള്ള അലി ഖമേനിയെ പരിഹാസ്യനാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഭൂഗർഭ അറയിൽ അഭയം തേടിയിരിക്കുകയാണെന്ന വിധത്തിലാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. US കപ്പൽപ്പട പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് നീങ്ങിയതോടെ യുദ്ധഭീതിയിലാണ് ഈ പിന്മാറ്റം. അലി ഖമേനി ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയതോടെ മൂന്നാമത്തെ മകനായ മസൂദ് ഖമേനിയുടെ നിയന്ത്രണത്തിലാണ് ഇറാന്റെ ഭരണകാര്യങ്ങൾ. ഇസ്രായേലും അമേരിക്കയും ഒരേ ലക്ഷ്യത്തോടെ ഖമേനിയുടെ പിന്നാലെയുള്ള സാഹചര്യത്തിലാണ് ഒളിത്താവളത്തിൽ ഈ ജീവരക്ഷാർത്ഥം അദ്ദേഹം ഒളിച്ചിരിക്കുന്നത്. പുറമേക്ക് പുലിയായി പ്രത്യക്ഷപ്പെടുന്ന എല്ലാവരും സ്വന്തം ജീവന്റെ കാര്യം വരുമ്പോൾ എലിയായി മാറുമെന്നത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. മറ്റുള്ളവരുടെ ജീവനെ നിസ്സാരമായി കണക്കാക്കുന്നവർക്ക് അവനവരുടെ ജീവൻ പ്രധാനപ്പെട്ടതുമാണ്. ഖമേനിയെ ഇല്ലാതാക്കുന്നത് സംഘർഷം അവസാനിപ്പിക്കുമെന്നതാണ് നെതന്യാഹുവിന്റെ നിലപാട്. എന്നാൽ ഖമേനിയെ വധിക്കുവാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. എവിടെ പോയി ഒളിച്ചാലും തങ്ങൾ വിചാരിച്ചാൽ ഖമേനിയെ പിടികൂടുക അസാധ്യമായ കാര്യമല്ലെന്ന് അമേരിക്കയ്ക്ക് നല്ലതുപോലെ അറിയാം. തന്റെ ജീവന് വേണ്ടി അല്ലെങ്കിൽ ജീവനോടെ തന്നെ പിടികൂടുന്നതിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും കരുക്കൾ നിരത്തുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യുദ്ധപ്രഖ്യാപനം നടത്തി എരിത്തീയിൽ എണ്ണയൊഴിക്കുവാനും ഇറാൻ മടിച്ചിട്ടില്ല. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറൽ മുഹമ്മദ് പക്പൂർ ആണ് US-നെതിരെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പരമോന്നത നേതാവ് എപ്പോൾ ഉത്തരവ് നൽകിയാലും ഏതൊരു ആക്രമണത്തെ നേരിടുവാനും തിരിച്ചടി നൽകുവാനും സന്നദ്ധമാണ് ഇറാൻ എന്നാണ് കമാൻഡർ ജനറലിന്റെ പ്രഖ്യാപനം. ഖമേനി ഏതു തരത്തിൽ പിടികൂടിയാലും ശരി, ഇറാനിൽ ഒരു അധികാരമാറ്റം ഉണ്ടായേ തീരൂ. ആയത്തുള്ള അലി ഖമേനിയുടെ 37 വർഷം നീണ്ട ഭരണത്തിന് അവസാനം ഉണ്ടാകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിൽ പുതിയൊരു നേതൃത്വം ഉയർന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഏകാധിപത്യമായ രീതിയിലൂടെ ജനങ്ങളെ നേരിട്ടടിച്ചമർത്തിയും അക്രമം അഴിച്ചുവിട്ടും രാജ്യം തുടർന്നും ഭരിക്കുവാനാണ് ഖമേനി ശ്രമിക്കുന്നതെന്ന് ട്രംപ് പറയുന്നു. അധികാരം നിലനിർത്തുവാൻ ആയിരക്കണക്കിന് ആളുകളെ ഖമേനി കൊല്ലുന്നതിനെയും ട്രംപ് അപലപിച്ചിട്ടുണ്ട്. ഇറാനിലെ സാധാരണക്കാരും ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പുതിയൊരു നേതൃത്വം ജനങ്ങളെ മാനിക്കുന്ന, അവരുടെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്ന, മാന്യമായി ജീവിക്കാനുള്ള അവകാശം നൽകുന്ന ഒരു നേതൃത്വം. പക്ഷേ യുദ്ധവും ആഭ്യന്തര കലാപങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളും അടക്കം എന്നും അശാന്തമായിരുന്ന ഇറാനിൽ ഇനി അടുത്തതാര് എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഏറെയാണ്. ഖമേനിക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് ഖമേനി പക്ഷക്കാർ ചൂണ്ടിക്കാണിക്കുന്ന പേരുകൾ ഇവരെല്ലാമാണ്. ഖമേനിയുടെ മകൻ മുജ്ബ ഖമേനി, ഖമേനിയുടെ വിശ്വസ്തരായ അലി റസ അറാഫി, ഗോൾപയേഖാനി അലി അസ്തർ, ഇങ്ങനെ പല പേരുകളും പിൻഗാമികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഖമേനിയുടെ മകൻ മുജ്തബയ്ക്കാണ് മുൻഗണനയുള്ളത്. അലി ഖമേനിയുടെ 6 മക്കളിൽ രണ്ടാമനാണ് മുജ്തബ ഖമേനി. പൊതുവേദികളിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരാളാണെങ്കിലും കഴിഞ്ഞ 2 വർഷമായി ഇറാന്റെ ഭരണപരമായ കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹമെന്നാണ് റിപ്പോർട്ടുകൾ. ഇദ്ദേഹമാണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ അതൊരു പിന്തുടർച്ചയായിരിക്കും. അലി ഖമേനിയുടെ ഭരണത്തിന്റെ തുടർച്ച എന്ന നിലയിൽ മാത്രമേ അതിനെ കണക്കാക്കാനാവൂ. മറ്റൊരു പ്രതീക്ഷ ഇറാനിലെ അവസാന രാജവംശത്തിന്റെ പ്രതിനിധിയായ റേസ പല്ലവിയാണ്. ഇറാനിലെ അവസാന ഷാ ആയിരുന്ന മുഹമ്മദ് റേസ ഷാ പല്ലവിയുടെ മകനും രാജവംശത്തിന്റെ കിരീടാവകാശിയുമാണ് ഇദ്ദേഹം. പഠനത്തിനായി അമേരിക്കയിലേക്ക് പോയ അദ്ദേഹത്തിന് ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽപ്പെട്ട് പിന്നീട് ഒരിക്കലും സ്വന്തം ദേശത്തേക്ക് തിരികെ എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇറാനിൽ ഖമേനിയുടെ ഭരണത്തിനെതിരെയുള്ള ഒട്ടുമിക്ക പ്രക്ഷോഭങ്ങളിലും പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുവാൻ റേസ പല്ലവിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനകീയ സമരത്തിലും അദ്ദേഹം തന്റെ നിലപാട് തുറന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഖമേനിയുടെ ഭരണവുമായി താരതമ്യം നടത്തിയാൽ ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലത്ത് സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിലെ ഒരു വിഭാഗം ആളുകൾ പ്രതീക്ഷിക്കുന്നത് റേസ പല്ലവിയുടെ നേതൃത്വത്തിലുള്ള ഒരു ജനാധിപത്യ ഭരണകൂടം ഇറാനിൽ വരണമെന്നാണ്. അദ്ദേഹത്തിന് അവർ നൽകിയിരിക്കുന്നത് ഒരു പ്രതീകാത്മക പ്രതിപക്ഷ മേധാവിന്റെ സ്ഥാനവുമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഒരു ഭരണമാറ്റം സംഭവിക്കുമ്പോൾ സ്വതന്ത്രവും ജനാധിപത്യപരവും മതേതരവുമായ ഒരു ഇറാനെ പ്രതിനിധീകരിച്ച് റേസ പല്ലവി ഇറാന്റെ പുതിയ സൂര്യോദയത്തിന് തുടക്കക്കാരനാകുമോ എന്നുള്ള പ്രതീക്ഷ സജീവമാണ്. ആര് ഭരണത്തിൽ വന്നാലും അതൊരു ജനാധിപത്യ ഭരണമായിരിക്കണം. ജനങ്ങൾക്ക് കൂടി പങ്കുള്ള അധികാരമായിരിക്കണം. അവരുടെ മതവിശ്വാസങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും ഒന്നുപോലെ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്ന ഭരണവുമായിരിക്കണം. അങ്ങനെയൊന്ന് സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഭരണ തുടർച്ചകൾ ഏകാധിപത്യത്തിന് വഴിമാറുമ്പോൾ ഭരണമാറ്റങ്ങൾ അനിവാര്യമാണെന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം.